ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു ബാത്റൂമിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ലീക്കേജ്, അതായത് ബാത്റൂമിൽ കൺസീൽഡ് പാർട്ട് ടൈലൊട്ടിച്ച ഭാഗത്ത് എവിടെയോ വെള്ളം ലീക്കേജായി പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് 1000 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് പോകുന്നുണ്ടെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ലീക്കേജ് എവിടെയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഡിവൈസുകളാണ്. ഒന്ന് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയ ഒരു ലീക്കേജ് ഡിറ്റക്ടറാണ് HY929 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൗണ്ട് വാട്ടർ ലീക്കേജ് ഡിറ്റക്ടറാണ്. രണ്ടാമത്തെ ഒരു ഡിറ്റക്ടറും കൂടിയുണ്ട്, അതിനും കൂടി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അൾട്രാസോണിക് ലീക്കേജ് ഡിറ്റക്ടറാണ്. നമുക്ക് എയർ, വാട്ടർ ഇതൊക്കെ ലീക്കേജ് ആകുന്നുണ്ടെങ്കിൽ ആ ഡിറ്റക്ടറിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ അത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടെ ലീക്കേജ് എവിടെയാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അത് റിപ്പയറിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ താമസിയാതെ നമുക്ക് ആ ഡിവൈസുകളെ ഒന്നുകൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ലീക്കേജ് ഡിറ്റക്ടർ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ ഇതാണ് HY929 ഗ്രൗണ്ട് വാട്ടർ ലീക്കേജ് ഡിറ്റക്ടർ. അതിൻ്റെ തന്നെ മൈക്രോഫോണ്, അതായത് ഇത് ഞാൻ നേരത്തെ മുമ്പൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് ടൈലിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രസൻസ് കിട്ടും. ആ വെള്ളത്തിൻ്റെ ലീക്കേജിൻ്റെ പ്രസൻസ് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഫ്ലോ കറക്റ്റായിട്ട് നമുക്ക് ഓഡിയോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ വേറൊരു ഡിറ്റക്ടറാണ് ഈ അൾട്രാസോണിക് ലീക്കേജ് ഡിറ്റക്ടർ. അപ്പോൾ ഈ ഡിറ്റക്ടറും കൂടി ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ആ ലൊക്കേഷൻ ഏകദേശം ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ വാൽവ് ലോക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഈ പമ്പിൽ, ഇതാണ് നമ്മളെ പമ്പ് വരുന്നത്, പ്രഷർ പമ്പ്. അപ്പോൾ ഈ ഹാൻഡ് ടെസ്റ്റ് പമ്പിൽ ഏകദേശം നമ്മളൊരു 10 ബാർ പ്രഷറാണ് ഇന്ന് അപ്ലൈ ചെയ്തത്. ആ 10 ബാർ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ആ ബാത്റൂമിൻ്റെ ലീക്കേജ് എവിടെയാണെന്ന് കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ട് പുറത്ത് നിന്ന് തുളച്ചിട്ട് ആ ലീക്കേജ് കണ്ടുപിടിച്ച് അത് റിപ്പയറിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് താമസിയാതെ പോകാം. അപ്പോൾ ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ ബാത്റൂമിൻ്റെ ഉള്ളിലാണ്. ഏകദേശം നമ്മൾ ഹാൻഡ് ടെസ്റ്റ് പമ്പ് വെച്ചിട്ട് ഒരു 10 ബാർ പ്രഷർ ലോഡാക്കുമ്പോൾ തന്നെ പെട്ടെന്നത് ഡിസ്ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ല ശക്തമായിട്ട് ഉള്ളിൽ എവിടെയോ ലീക്കായി പോവുകയാണ്. അപ്പോൾ ആ സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ബാത്റൂമിൻ്റെ ബേസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് നല്ല ആ സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഹാൻഡ് ടെസ്റ്റ് പമ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ബാറാക്കുന്നുണ്ട്, അത് അതേമാതിരി ഒഴിഞ്ഞു പോവുകയാണ്, വെള്ളം നിൽക്കുന്നതല്ല. അപ്പോൾ അതേമാതിരി തന്നെയാണ് പ്രഷർ പമ്പിൽ വരുമ്പോഴും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ലൊക്കേഷൻ, ഇതാണ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ. നമ്മൾ ബാത്റൂം ഓൾറൗണ്ട് നോക്കി ക്ലോസറ്റ് അവിടെ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കൺസീൽഡ് ടാങ്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഈ ബേസിനിലേക്ക് കയറുന്നിടത്താണ് ലീക്ക് വരുന്നത്. അപ്പോൾ ഈ താഴെയൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ താഴെയൊക്കെ അതിൻ്റെ ഒരു ചെറിയ പ്രസൻസേ ഉള്ളൂ, പക്ഷേ മേലേക്ക് വരുമ്പോൾ നല്ല ഹൈ പ്രഷറിൽ വെള്ളം ഫ്ലോ ചീറ്റുന്നതായിട്ടുള്ളൊരു സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം തന്നെ ട്രേസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇനിയിപ്പോൾ ടൈല് പുറം ചുമരായതുകൊണ്ട് നമുക്ക് ഒരു ലെക്കുണ്ട്, അതായത് അകത്തുനിന്ന് പൊളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തുനിന്ന് പൊളിച്ചാൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് ഈ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് നമ്മൾ ആ കാണിച്ച ലൈന് മാർക്ക് ചെയ്തിട്ട് പുറത്തുനിന്നാണ് നമ്മൾ തുളയ്ക്കുന്നത്. അപ്പോൾ പുറത്ത് ഇതുമാതിരിയാണ് കല്ല് ഏകദേശം ഇതുണ്ടോ, ഇതേപോലെ വെള്ളം ഇങ്ങനെ ലീക്കേജ്. അതിപ്പോൾ വാൽവ് പൂട്ടിയിട്ടുണ്ട്, എന്നാൽ നമ്മളെ ആ പൈപ്പിലുള്ള പ്രഷറാണ് കേട്ടോ, നന്നായിട്ട് പ്രഷറായി വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു 45ഉം പിന്നെ ഒരു എൽബോവും അതിൻ്റെ ഒരു ഗ്യാപ്പിൽ വന്ന ഒരു ചെറിയൊരു ട്വിസ്റ്റാണ്. അപ്പോൾ അതിനെ ഇനി റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ക്ലയൻറ്റ് വിളിച്ച്, അപ്പോൾ നമ്മൾ പോയി സ്പോട്ട് കാണിച്ചു കൊടുത്ത് അവർ പ്ലംബേഴ്സ് തന്നെ ആ ഭാഗം വളരെ ക്ലിയറായിട്ട് വൃത്തിയാക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ എൽബോ ഒന്ന് കട്ട് ചെയ്തിട്ട്
ഒന്ന് ക്ലിയറാക്കി CPVC സോൾവെൻറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇത് പുറംചമ്മരായതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റി. ഇതകത്താണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇന്നത്തെ നമ്മളെ താരങ്ങൾ ഇതൊക്കെ തന്നെയാണ്, HY929ഉം അതേമാതിരി അൾട്രാസോണിക് ലീക്കേജ് ഡിറ്റക്ടർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഇന്നത്തെ വർക്കിൻ്റെ ഒരു ഏകദേശം രൂപം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിതിൽ നമുക്കൊരു പറയാനുള്ളത്, കൺസീൽഡ് വർക്കിൽ നമ്മൾ മാക്സിമം നമ്മൾ PPR ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പം ഒരുപക്ഷെ പോയിൻ്റ് എൽബോ ഒട്ടിക്കാൻ മറന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ CPVCൻ്റെ ഗമ്മ് നമ്മൾ തേക്കുമ്പോൾ റൗണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ പശ ഒട്ടിപ്പിടിക്കാത്ത ഭാഗങ്ങളുണ്ടാവും. അത്തരം ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ പ്രഷർ പമ്പുകൾ കൊടുക്കുമ്പോൾ പ്രഷർ 4 ബാർ പ്രഷറൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സൈഡിൽ കൂടെയൊക്കെ ലീക്കേജ് വരും. അത് 100% ലീക്കേജ് വരുന്ന ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. മാക്സിമം PPR ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും കേട്ടോ. അതായത് നമ്മൾ മറന്നു പോവുക, അതേമാതിരി പശ കൃത്യമായിട്ട് തേച്ച് അതിൻ്റെ ഉള്ളിൽ എത്താതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായിരിക്കും ഈ PPR. പിന്നെ ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് എടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലയൻറ്റിന് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം PPR ഒരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണണ്ട. ഏതോ കമ്പനി ആകട്ടെ, PPR എന്നേ നമ്മൾ പറയുന്നുള്ളൂ. കമ്പനി ഏതെടുത്താലും കുഴപ്പമില്ല, എല്ലാം ബെറ്റർ തന്നെയാണ്. വെൽഡിങ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ അത് അടിച്ച് പുറത്ത് നമുക്ക് ടൈൽസിന് വിടാം. അതല്ലെങ്കിൽ നമ്മളൊരു 48 മണിക്കൂർ നമ്മൾ ഈ CPVCയും PVC ഒക്കെ ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു ഡേ എങ്കിലും നമ്മൾ പ്രഷർ ടെസ്റ്റ്, ഹാൻഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് നിർത്തണം എന്നാണ്. ഒരു കറക്റ്റ് ഒരു ദിവസം നിർത്തണം എന്നാണ്. 48 മണിക്കൂറൊക്കെയാണ് കമ്പനി പറയുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡേ നമ്മൾ നിർത്തുക. അതല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് 1 അവർ, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് ഫോൾഡ് ചെയ്ത് നിർത്തണം. മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ ഈ ടെസ്റ്റിലൂടെ നോക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെ പണിയിൽ എന്തെങ്കിലും അപാകത ഉണ്ടോയെന്ന് അതും കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഹാൻഡ് ടെസ്റ്റ് പമ്പുകളൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു അപ്രൂവൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ടൈൽസുകാരന് ടൈൽസ് അടിക്കാൻ ബാത്റൂം വിട്ടു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം ലക്ഷറി ബാത്റൂമുകൾ, അതേമാതിരി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈൽസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.